അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തോന്ന്, നാളെ എൻ്റെ മക്കൾക്ക് നാളെ സ്കൂളിൽ ഫങ്ഷനാണ്. അപ്പോൾ ഞാൻ ഇടാൻ വേണ്ടി 2 ഡ്രസ്സ് എടുത്തു. റെഡ് അല്ലെങ്കിൽ വൈറ്റ് ഇടണമെന്നാണ് ടീച്ചർമാർ പറഞ്ഞത്. അപ്പോൾ തൊപ്പിയും കൂടെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാപ്പ പൈസ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴെങ്കിൽ കടയിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചാണ് പൈസ കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും ഇട്ടിട്ട് വരുമ്പോൾ ഇവർ മാത്രം ഇടാതെ പോയാൽ അത് മോശമല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നു. ഡ്രസ്സ് 1200 രൂപയായി. ഇപ്പോഴും ഞാൻ കൊണ്ടുപോയതിൽ റേറ്റിൽ 1100 രൂപ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ 100 രൂപ നാളെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് കടയിൽ പോയി എടുത്ത് കേട്ടോ ഗൈസ്. അപ്പോഴും സ്കൂളിൽ പോകുന്ന റോഡ് വഴിയാണ് പോയി എടുത്തത്. അപ്പോഴും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ലപോലെ വരുന്നില്ല. കണ്ട ഗൈസ്, ഇതാണ് ഞാൻ അവൾക്ക് എടുത്ത ഡ്രസ്സ്. ഇത് മറ്റാക്കെടുത്ത ഷഹാനൊക്കെ എടുത്തതാണ്. കണ്ട ഗൈസ്, ഞാൻ റെഡാണ് എടുത്തത്. നമ്മളങ്ങനെ ക്രിസ്മസിന് ഡ്രസ്സൊന്നും എടുക്കാറില്ല. നമ്മൾ ഈദെല്ലാം ആഘോഷിക്കുന്നത്, പെരുന്നാളൊക്കെ അല്ലേ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതിനാണ് എടുത്തത്. ക്രിസ്മസില്ല ഈ ഫങ്ഷൻ ആയതുകൊണ്ടാണ് എടുത്തത്. റെഡാണ് എടുത്തത്. ഇതൊരിക്കലും എടുത്തിട്ടൊന്നുമില്ല. സ്കൂളിൽ പിന്നെ ഇങ്ങനെ ഒരു ആവശ്യം വന്നുകൊണ്ടാണ് എടുത്തത് ഗൈസ്. പിന്നെ മറ്റാളത് കൂടെ കാണിച്ചു തരാമേ. ഇത് വന്നിട്ട് റേറ്റ് വന്നിട്ട് 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് വന്നിട്ട് 700 രൂപയാണ്. ഇത് 600 രൂപയാണ്. അപ്പോൾ 100 രൂപ ഞാൻ പറഞ്ഞു. പിന്നെ വല്ല ചതയും കുറച്ചായിരുന്നു മോളത് ഇളയാലത്. അപ്പോൾ 600 രൂപയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയതിൽ 1100 രൂപ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 100 രൂപ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വാങ്ങിച്ചിട്ട് വന്നു ഗൈസ്. അപ്പോൾ സ്കൂളിൽ ഇടാമല്ലോ. ഇനി തൊപ്പിയും കൂടെ എടുക്കണം. അപ്പോഴും എന്തോന്ന്, ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഗൈസ്. ഇത് നിങ്ങളുടെ അടുത്തൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയാണ് ഞാൻ വന്നേ. വേറെ ഒന്നുമില്ല ഗൈസ്. ബൈ. നമ്മൾ കുടുംബക്കാരല്ലേ. എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് കുടുംബം പോലെയല്ലേ. അങ്ങനെ ഉണ്ട്. എന്തായാലും സന്തോഷമായാലും സങ്കടമായാലും ഇനി ഈ എൻ്റെ ചാനൽ വഴി ഞാൻ പങ്കുവയ്ക്കാം. വേറെ ഒന്നുമില്ല ഗൈസ്. ബൈ.